നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 66 ലക്ഷം രൂപ ചെലവിൽ വേങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കിയ RMSA കെട്ടിടത്തിന്റെയും 20 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച ഓഫീസിന്റെയും 5 ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ സുവോളജി ലാബിന്റെയും ഉദ്ഘാടനവും 25 ലക്ഷം രൂപ ചെലവിൽ പുതുതായി നിർമ്മിക്കുന്ന ശുചിമുറി ബ്ലോക്കിന്റെ തറക്കല്ലിടൽ കർമ്മവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. പഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വിദ്യാലയത്തിന് അനുവദിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. RMSA കെട്ടിടം ഏകദേശം 65 ലക്ഷം രൂപ ചെലവിലാണ് അതിൻ്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ സുവോളജി ലാബ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സുവോളജി ലാബിലാണ്. ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്കറിയാം, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകൾ വെച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിലെ ലാബുകൾ, ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലാബുകളുടെ അഭാവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഓരോ സാമ്പത്തിക വർഷവും കോടിക്കണക്കിന് രൂപയാണ് ലാബുകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകൾ വകയിരുത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രിയപ്പെട്ട ഡിവിഷൻ മെമ്പർ TPM ബഷീർ ഈ വിദ്യാലയത്തിലേക്ക് സുവോളജി ലാബ് കൊണ്ടുവരികയും അത് വളരെ ഭംഗിയായി ഇവിടെ നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ പഴയ പോലെയല്ല, ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്കാണ് കൂടുതൽ വിദ്യാർത്ഥികളും വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടാൻ ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തപ്പെട്ട ബോഡി എന്ന നിലയ്ക്ക് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ ടോയ്ലറ്റ് കോംപ്ലക്സിന് വേണ്ടി 25 ലക്ഷം രൂപ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്ന. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം TPM ബഷീർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KT അബ്ദുൽ മജീദ് പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർ NT ഷിബു, പ്രിൻസിപ്പൽ P സന്തോഷ് കുമാർ, SMC ചെയർമാൻ TK ദിലീപ്, VHC പ്രിൻസിപ്പൽ UK ഫൈസൽ, PTA ഭാരവാഹികളായ കൊട്ടേക്കാട്ട് ഫക്രുദ്ദീൻ, പൂഴിത്തറ പോക്കർ ഹാജി, KP ലീന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇവിടെ നമ്മുടെ സ്കൂളിൽ HM-ൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും സ്റ്റാഫിൻ്റെയും റൂമുകൾ വളരെ മനോഹരമായി നവീകരിച്ചിട്ടുണ്ട്. വൊക്കേഷണൽ സെക്കൻഡറി പ്രിൻസിപ്പളുടെ റൂം നവീകരിക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്കൂളിന് വളരെ മനോഹരമായ ഒരു സ്റ്റേജ് വേണം, ഗ്രീൻ റൂം സൗകര്യമുള്ള ഒരു റൂം വേണം എന്ന് PTA ആവശ്യപ്പെട്ടിരുന്നു. അതിന് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രീൻ റൂം അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ഫണ്ട് 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിങ് പൂർണ്ണമായ ഒരു ബ്ലോക്കിലേക്ക് മാറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് RMSA ബിൽഡിങ്ങിൻ്റെ ഫണ്ട് പ്രസിഡന്റ് പ്രത്യേകം താല്പര്യമെടുത്ത് അനുവദിച്ചതും അത് യാഥാർത്ഥ്യമായതും. പിന്നെ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇവിടെ അഡീഷണൽ ബാച്ച് വന്നിരുന്നു +1-ൻ്റെ. അന്ന് ജില്ലാ പഞ്ചായത്ത് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു അഡീഷണൽ ബാച്ചുള്ള എല്ലാ സ്കൂളുകൾക്കും കെട്ടിടം കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമാണ് RMSA കെട്ടിടം വന്നത്. പിന്നെ ഇവിടുത്തെ ഓഡിറ്റോറിയം നവീകരിക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഒരു പൂർണ്ണമായ സജ്ജീകരിച്ച ഒരു ഓഡിറ്റോറിയമായി മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് ലാബ് ഈ തവണ കഴിഞ്ഞ വർഷം 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കമ്പ്യൂട്ടർ ലാബിൻ്റെ നവീകരണം നടന്നത്. എല്ലാ ലാബുകളും നവീകരിക്കുക, ഘട്ടം ഘട്ടമായി ഓഫീസുകൾ നവീകരിക്കുക, പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയുടെ പ്രത്യേകമായ താല്പര്യങ്ങൾ. മാത്രമല്ല, നേരത്തെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഇവിടെ ഉദ്ഘാടനം ചെയ്തതാണ്. അതിന് പുറമെയാണ് കുട്ടികൾ ധാരാളം ഉള്ളതുകൊണ്ട് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് കൂടി ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് 25 ലക്ഷം രൂപയുടെ ഫണ്ട് വകയിരുത്തിയതും പ്രസിഡന്റ് അതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. കെട്ടിടം പൂർത്തിയായതോടെ VHC വിഭാഗം ഇനി മുതൽ ഒറ്റ ബ്ലോക്കായി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, വേങ്ങര.